ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ണികളുടെ ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, ഉണ്ണികളെ കളികളും ചിരികളും പിന്നെ അവിടെ ഫുഡ് റൊട്ടീൻ അത്രയ്ക്ക് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റിട്ട് അവർ കളിക്കുന്ന കുറച്ച് ക്ലിപ്സാണിത്. ഒളിച്ചേകാണ്ടൊക്കെ കളിക്കുകയാണ് കേട്ടോ അവർ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല മൂഡിലാണ് ഇന്ന് എഴുന്നേറ്റുള്ളത്. പിന്നെ രാവിലെ തന്നെ അവർക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത് ദോശയായിരുന്നു. ദോശ അവരുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അത് ദോശ അവരെ കഴിച്ചോളും. ഇഷ്ടത്തോടെ കഴിക്കുന്ന ആകെ 2 പലഹാരങ്ങളിലൊന്ന് ദോശയും ഇഡ്ഡലിയാണ്. അപ്പം ഞാനിതാ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അത്ര പെർഫെക്റ്റ് ഒന്നല്ല കേട്ടോ എൻ്റെ ദോശ, എന്നാലും അതിൽ എണ്ണയൊക്കെ പറ്റി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശയിലേക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചട്നിയാണ്. അപ്പോൾ എന്നും തേങ്ങാ ചട്നി അല്ലേ, ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് സവാളയും പച്ചമുളക്, വേപ്പില ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഉണ്ണിയാളെ ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പോൾ ബാക്കി പൊടികളൊക്കെ കാര്യങ്ങളൊക്കെ അമ്മയാണ് ഇട്ടത്. അപ്പോൾ അതെനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായി സോട്ട് ചെയ്തിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ തക്കാളി ചട്നി ആയപ്പോൾ അവർക്ക് കൊടുത്തു. ദോശ ചെയ്യാനും അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതാ ചോറ് കൊടുക്കുന്ന കാര്യം ഫുഡ് കൊടുക്കുന്ന കാര്യം ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ പിടിക്കും രണ്ടുപേർക്കും കൊടുത്തു കഴിയുമ്പോൾ. അപ്പോൾ ഇന്നിതാ പിന്നെ ഞാൻ പാലിൽ കുറച്ച് ബദാമൊക്കെ അടിച്ചിട്ട് കൊടുത്തതാണ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. അപ്പോൾ ഒരാൾക്കത് ഇഷ്ടമായി, കുടിച്ചു. മറ്റാൾക്കത് അത്ര വലിയ ഇഷ്ടമായില്ല, അവനും മൊത്തം നിലത്ത് മറിച്ച് കളഞ്ഞു. പിന്നെ ഇതാ അവരുടെ പ്ലേ ടൈമാണ് കുറച്ച് നേരം. അപ്പോൾ എൻ്റെ വലിയച്ഛൻ്റെ മക്കളും വലിയച്ഛൻ്റെ മകൻ്റെ ഉണ്ണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിന്ന് സാമ്പാർ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഷ്ണം നുറുക്കുന്നതിൻ്റെ ഇടയിൽ ക്യാരറ്റ് കണ്ടപ്പോൾ 2 കഷ്ണം ഉണ്ണികൾക്ക് കൊണ്ടുകൊടുത്തതാണ്. പക്ഷെ അതവർ കഴിച്ചൊന്നുമില്ല. എന്താ കണ്ടില്ലേ, അവരിതാ അത് ചേച്ചിക്കും ചേട്ടനൊക്കെ കൊടുക്കുകയാണ്, അവരുടെ ചേച്ചിക്കും ചേട്ടനൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ഇതാ അവരവിടെ നിന്ന് കളിച്ചോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അധികം മൈൻഡ് ചെയ്യാണ്ട് പോയി. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പരിപ്പ് ഇതവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പരിപ്പും വെള്ളരിക്കും ഉണ്ടാക്കാനുള്ള തീരുമാനത്തിൽ അമ്മ ചെറുതാക്കിയിട്ട് നുറുക്കി വെച്ചതാണ് കേട്ടോ വെള്ളരിക്ക. പിന്നെയാണ് തീരുമാനം മാറ്റിയത്. അപ്പോൾ അതിലേക്ക് എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല, ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, മുരിങ്ങക്കായ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല. ബാക്കി എല്ലാ പച്ചക്കറികളും ഞാൻ വേവിക്കാൻ വയ്ക്കുകയാണ് കുക്കറിൽ. ഇതാ കഷ്ണങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വേപ്പില, പച്ചക്കറികളെല്ലാം ഇട്ടു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടിയും മല്ലിപ്പൊടിയും കുറേശ്ശെ ഇട്ടു. പിന്നെ സവാള ഇട്ടു. അപ്പം ഇന്ന് സാമ്പാർ കൂട്ടി കഴിക്കാം. ഇതെല്ലാം നെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പൊടികളൊക്കെ ഇതാ പിന്നാലെ വരുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ ഇട്ടിട്ട് ഞാനിതൊക്കെ ഒരു 2-3 വിസിലിൽ അടിക്കാൻ പോവാണ്. അപ്പോഴേക്കും ഞാനവിടെ കുറച്ച് തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇതാ വേപ്പില, ഉലുവ ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഞങ്ങളധികം പേരൊന്നുമില്ലാത്ത കാരണം ഞാനും അച്ഛനും അമ്മയും ഉണ്ണികളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. അതുകൊണ്ട് കുറച്ച് മതി, അതുകൊണ്ട് കുറച്ച് കേട്ടോ. പിന്നെ ഇതാ വീണ്ടും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തരിയും കൂടി ഇട്ടു. ഞാൻ മറ്റേതിൽ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലും കൂടി കുറച്ചിട്ടു. ഇത് എൻ്റെ വേ ഓഫ് സാമ്പാറാണ് കേട്ടോ. ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുത്തിട്ട് അതായി വന്നപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പരിപ്പും പച്ചക്കറികളും എല്ലാം ഒന്നുകൂടി വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് വിസിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് അതൊന്നും കൂടി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുകയാണ്. മുരിങ്ങക്കായ അതിലിട്ടിട്ടുണ്ട്, തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൽ ഞാൻ ഇടയ്ക്ക് പുളി ഒഴിച്ചിട്ടുണ്ട്, ഉപ്പ് നോക്കി. പിന്നെ ഇതാ അരപ്പ് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വറുത്തത് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അരപ്പ് അതിലേക്ക് വെച്ചു. എന്നിട്ട് അതിലൊഴിച്ചിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഉപ്പിട്ടു. പിന്നെ നമുക്കത് താളിക്കാം. അപ്പോൾ കടുക് ഇട്ടു, പിന്നെ വേപ്പിലിട്ട് വറ്റൽമുളക് ഇട്ടു. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടികൾ ഇതാ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, നല്ലതായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഇതാ നോക്കിയപ്പോൾ ഒരാൾ രാവിലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരാൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ഒരാൾ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ മറ്റവനും ഉറങ്ങി. ഞങ്ങൾ നല്ല ഉറക്കം ഉറങ്ങി. 4 മണിക്ക് എഴുന്നേറ്റ്. അപ്പോൾ 4 മണിക്ക് ഉണ്ണികൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഇന്ന് മറ്റേ റാഗി കൊണ്ടുള്ള ഉണ്ടയെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യിൽ കുറച്ച് റാഗിപ്പൊടി വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശർക്കര ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ 2-3 ആവശ്യം വന്നില്ല, ഒരു 2 ശർക്കരയൊക്കെ മതിയാവും. പിന്നെ പൊടി ഞാനിതാ നെയ്യിലിട്ടിട്ട് നന്നായി റോസ്റ്റ് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പം അതിൻ്റെ പച്ചമണക്കൊന്ന് മാറണ വരെ ഞാൻ നന്നായിട്ട് റോസ്റ്റ് എടുത്തു. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എടുത്തത്. ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതാണ്. റാഗി കൊണ്ടൊരു ഉണ്ടയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ ഇതാ അത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടു. പിന്നെ ഇതാ തേങ്ങ ഇട്ടു. പിന്നെ ഞാൻ ആ ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു. നന്നായി ഇളക്കി. അപ്പോൾ ഇതാ നന്നായി ഇളക്കിയിട്ടുണ്ട്. ചൂടാറിയപ്പോൾ ഞാൻ കയ്യിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് അത് നല്ല ഉരുട്ടി. അപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കണേ. നമുക്കത് ഉണ്ണികൾക്ക് കൊടുത്ത് നോക്കാം. അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, ഇത് ആദ്യമായിട്ടാണ് കൊടുക്കണത്. അപ്പോൾ അതാ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് അച്ചുട്ടൻ. അച്ചുവിന് ഇഷ്ടപ്പെട്ടു തോന്നുന്നു എനിക്ക്. അവൻ കടിച്ചു, ഒരു കടി കടിച്ചു, അല്ലെങ്കിൽ അവൻ നിലത്തിൻ്റെ ടൈം കഴിഞ്ഞു. അപ്പോൾ അവൻ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറയും കൊണ്ട് ഫോണും കൊണ്ട് അവൻ്റെ പിന്നാലെ പോണതാവും നോക്കിക്കൊണ്ട് നടക്കാൻ കേട്ടോ. അപ്പോൾ മൂപ്പര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അവൻ കളഞ്ഞിട്ടില്ല സാധനം. അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാ അവൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭാഗ്യം, രക്ഷപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ സക്സസ്. അല്ലെങ്കിൽ ഞാൻ വേറെ ഇനി എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ. അപ്പോൾ ആദ്യകൂട്ടൻ ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വീഡിയോയിൽ കിട്ടിയില്ല. പിന്നെ ഇതാ രാത്രി ഇതാ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ ഇവരെ കളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ റൂമിൻ്റെ കോലാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ എത്ര ഒതുക്കി വെച്ചാലും അവർ വീണ്ടും വലിച്ചിടും, അത് വേറെ കാര്യം. അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്തൊരു സുഖം മനസ്സിനല്ലേ. ഇങ്ങനെ നീറ്റായിട്ട് കിടക്കുമ്പോൾ കാണുന്നത് തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഇട്ടിരുന്നത്. അവരെന്നെ ഫ്രഷാക്കി പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കഞ്ഞിയൊക്കെ കുടിച്ച് അവർ ഉറങ്ങാൻ വേണ്ടി സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉറങ്ങാനുള്ള ടൈമാണ്. ഗുഡ് നൈറ്റ്.